കിട്ടില്ല, കാരണം 2002 വോട്ടർ പട്ടിക മലയാളത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ലിങ്ക് വരും. ഒന്നുകൂടെ കാണിക്കേണ്ടത്, അവിടെ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് താഴെ ക്ലിക്ക് ടു ഗൂഗിൾ ടൂളിലേക്ക് വരുന്നുണ്ട്. ഗൂഗിൾ ടൂളിൽ നമ്മൾ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്താൽ മലയാളം വേർഡ്സ് വരും. നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്ന മലയാളത്തിൽ അവിടെ വരും. അപ്പൊ രാജൻ എന്ന് പറയുന്ന എക്സാമ്പിൾ, രാജൻ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത് നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ SIR 2002 നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന മലയാളം ഫീൽഡിലേക്ക് രാജനെ കൊണ്ട് പേസ്റ്റ് ചെയ്തതിനു ശേഷം സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ അത്രയും ഫീൽഡ് ഏതാണ്ട് അവിടെ കാണാൻ പറ്റും. ടോട്ടൽ റെക്കോർഡ്സ് അത്രയും രാജൻ 1184 രാജനെ കണ്ടു. അപ്പൊ അതിനകത്തുനിന്ന് നെയിമും പാർട്ട് നമ്പർ നോക്കുക, നെയിം, റിലേഷൻ നെയിം വെച്ചിട്ട് മാപ്പ് ചെയ്യാവുന്നതാണ്. 2025 പട്ടികയും 2002 പട്ടികയായിട്ട് മാപ്പ് ചെയ്യാവുന്നതാണ്. വ്യക്തിയെ തിരിച്ചറിയാം. ഹൗസ് നമ്പർ ഉണ്ട്. അപ്പൊ അതുപോലെ ഹൗസ് നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള അടുത്ത വ്യക്തിയെ അതിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ അവിടുന്ന് അടുത്ത വ്യക്തിയും തന്നെ ആ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനകത്ത് 2002 പട്ടികയിലുണ്ടോ അത് അവിടുന്ന് തന്നെ മാപ്പ് ചെയ്യാൻ പറ്റും. ആ ഹൗസ് നമ്പറിന്റെ ആ ഒരു ലിങ്ക് ആണത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ മാപ്പ് ചെയ്യാൻ പറ്റും. ആ വീട്ടിലുള്ളവരെ 2002 ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ മാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇത് ഹലോ, ക്ലിയർ ആയോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ സാറേ കേൾക്കുന്നുണ്ട്, ഇടയ്ക്കൊക്കെ കുറച്ച് ബ്രേക്ക് ആയി പോയിട്ടുണ്ട്. ഓക്കെ, അത് ആ വീഡിയോയിൽ കണ്ട നമ്മൾ ആ വീഡിയോയിൽ ഷെയർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മളൊന്നുകൂടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് BLOമാർക്ക് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് പ്രൊസീഡിങ്സ് പ്രകാരം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. BLOമാർക്ക് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ട് നമ്മളിപ്പം ഇത് ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പൊ സ്ക്രീനിലൊരു ഇത് കാണാം, ഒരു SOPയിലെ ഒരു എക്സലിന്റെ ഫോർമാറ്റ് ആണ് കാണാം. ആ ഫോർമാറ്റിലാണ് BLOമാര് ഡാറ്റ നമുക്ക് എൻട്രി ചെയ്ത് തിരിച്ചു തരേണ്ടത്. ഈ ഫോർമാറ്റിലാണ്. ഈ ഫോർമാറ്റ് നമ്മൾ ഷെയർ ചെയ്യാം. BLOമാർക്ക് തരേണ്ട ഈ ഫോർമാറ്റ്, എക്സലിന്റെ ഫോർമാറ്റ് നമ്മൾ ഷെയർ ചെയ്ത് തരാം. പക്ഷേ സൂപ്പർവൈസർമാര് കൗണ്ട് നമുക്ക് ഗൂഗിൾ ഫോം ആയിരിക്കും നമ്മൾ തരുന്നത്. ഗൂഗിൾ ഫോം വഴി ഡെയിലി ഉള്ള കൗണ്ട് നമുക്ക് തരേണ്ടി വരും. ഗൂഗിൾ ഫോം അത് നമ്മൾ ഷെയർ ചെയ്ത് തരാം. ആ ഗൂഗിൾ ഫോമിന് അതാത് മണ്ഡലങ്ങളുടെ നമ്മൾ ഷെയർ ചെയ്ത് തരാം. അതാത് മണ്ഡലങ്ങളുടെ സൂപ്പർവൈസേഴ്സ് നമുക്ക് ഡെയിലി ഉള്ള കൗണ്ട് തരണം. ഇത് BLOമാർക്ക് അവർ ഫൈൻഡ് ചെയ്യുന്ന 2002 2025 മാപ്പ് ചെയ്യുന്ന വോട്ടേഴ്സിനെ അവർക്ക് എൻട്രി ചെയ്ത് തരാൻ നമുക്ക് തരാം, കളക്ടറേറ്റിലേക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമാറ്റ് ഉള്ളത്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും, BLOമാർക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഇനി ഇത് സ്റ്റേജ് 1ന്റെ ഒരു ആക്ടിവിറ്റി ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ സ്റ്റേജ് 1 പറഞ്ഞിട്ടുള്ളൂ. മാപ്പിംഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എന്യൂമറേഷൻ ഫോമിന്റെ സ്റ്റേജ് ഒന്നും ഇപ്പൊ വരുന്നില്ല. മാപ്പ് ചെയ്യുന്നത് ശരിക്കും അവർക്ക് വീട്ടിലിരുന്ന് ടേബിൾ ടോപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി മാത്രമാണ്. ഇനി എന്തെങ്കിലും ചോദിക്കണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? എനിക്ക് 3 കാര്യം ചോദിക്കാനുള്ളത്. അതായത് നമ്മള് 2025 വോട്ടർ പട്ടികയില് നമ്മള് നോക്കണ്ട എന്ന് പറയുന്നത് 35 വയസ്സിന് മുകളിലോട്ടുള്ളവരാണ്. ഈ 40 വയസ്സായാലും എന്താ പ്രശ്നം? 40 വയസ്സ് ഈ 2002 18 വയസ്സ് തികയുന്ന ഒരാള്. അല്ലല്ല സാറേ, അത് CEO എന്നുള്ള നിർദ്ദേശം നമുക്ക് 35 വയസ്സ് മുകളിലോട്ടുള്ള സെർച്ച് ചെയ്യാനാണ് CEO എന്നുള്ള നിർദ്ദേശം. അതനുസരിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അല്ല, എന്റെ ഒരു സംശയം അതല്ല. അല്ലല്ല, സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. ഇപ്പൊ ആ 2002 പട്ടികയിലുള്ള ആൾക്ക് ഇപ്പൊ 40 വയസ്സാകും, 41 വയസ്സാകും. പക്ഷെ ഒരു 5 വയസ്സ് അഡ്വാൻസ് ആയിട്ട് ബാക്കിലേക്ക് വെച്ച് സെർച്ച് ചെയ്യാനാണ് CEO എന്നുള്ള നിർദ്ദേശം. അതനുസരിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ കേസ്, എന്റേത് ഇപ്പൊ നെടുവങ്ങാട് കോൺസ്റ്റിറ്റ്യുവൻസി ആണ് നമുക്കുള്ളത്. അതിലുള്ള ബൂത്തുകളാണ് ഇപ്പൊ പക്ഷെ 2002 അത് വാമനപുരം കോൺസ്റ്റിറ്റ്യുവൻസി ആണ്.
അപ്പൊ നിലവില് ഈ 48 എന്നുള്ള ഒരു ബൂത്തുകാരൻ ഇത് സെർച്ച് ചെയ്യുമ്പോൾ വാമനപുരത്തിൽ അതിന്റെ ഏത് കറസ്പോണ്ടിങ് ബൂത്ത് ഏതായിരിക്കും? സാർ അതില് നമുക്ക് ബൂത്ത് സെലക്ട് ചെയ്യാതെയാണ് നമ്മളിപ്പോ നേരത്തെ സെർച്ച് ചെയ്തത്. സ്ക്രീൻ ഷെയർ ചെയ്തത്. സ്ക്രീൻ കാണുന്നുണ്ടോ സാർ? അതില് കഴക്കൂട്ടവും വാമനപുരം മണ്ഡലത്തിലെ ബൂത്ത് ചിലപ്പോ 2002 ഉണ്ടാവും, ഉൾപ്പെട്ടിട്ടുണ്ടാവും. നമുക്കിപ്പോ സാർ ഇപ്പൊ പറഞ്ഞ അനുസരിച്ച് ഒരു ബൂത്തിലെ വ്യക്തിക്ക് ഇപ്പോ ഇപ്പൊ എക്സാമ്പിൾ തന്നെ ഈ രാജൻ എന്നുള്ള ആള് ചിലപ്പോ വാമനപുരം മണ്ഡലത്തിലായിരിക്കും. അപ്പൊ നമുക്ക് ഈ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഈ ബൂത്ത് സെലക്ട് ചെയ്യണ്ട, ബൂത്ത് ഏതെന്നുള്ള സെലക്ട് ചെയ്യണ്ട. അപ്പൊ നമ്മൾ ഈ പേര് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ റിലേറ്റീവ് നെയിം കൂടെ നോക്കുമ്പോൾ അയാൾ ഏത് ബൂത്തിലാണ് ഉൾപ്പെട്ടിട്ടുണ്ടോ നമുക്ക് ഇതിൽ കിട്ടും. പാർട്ട് നെയിമും സീരിയൽ നമ്പറും കിട്ടും. ആ പാർട്ട് നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ മതി ഏത് പാർട്ടാണ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പൊ 2002 ബൂത്ത് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ബൂത്ത് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടോ സാർ? 2002 ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. അത് വാമനപുരത്തിന്റെയും കഴക്കൂട്ടത്തിന്റെയും കൂടെ നമ്മൾ ഷെയർ ചെയ്ത് തരാം. നെടുമങ്ങാടിന്റെ ആണെങ്കിൽ നെടുമങ്ങാടിനകത്ത് വാമനപുരം കഴക്കൂട്ടത്തിന്റെയും ബൂത്ത് ലിസ്റ്റും കൂടെ ഷെയർ ചെയ്ത് തരാം. അപ്പൊ ഈ ബൂത്ത് നമ്പർ വെച്ചിട്ട് 2002 ഏത് മണ്ഡലത്തിലാണ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ ആ ബിയിലേക്ക് പറഞ്ഞു കൊടുക്കാം. വാമനപുരത്തിന്റെയും കൂടെ നോക്കേണ്ടി വരും. ക്ലിയർ ആണോ സാർ? വെള്ളനാട് വില്ലേജില് മുന്നേ പിന്നെ കുറച്ച് ഭാഗം നെടുമങ്ങാട് മണ്ഡലത്തിലാണ് ഉൾപ്പെട്ടു വന്നിരുന്നത്. ഇപ്പോഴത് പിന്നെ ആര്യനാട് മണ്ഡലമായി, പിന്നെ അരുവിക്കരയായി. നിലവില് കുറച്ച് ഭാഗം മുന്നേ നെടുമങ്ങാട് ഉണ്ടായിരുന്നതിന്റെ കുറച്ച് ഇപ്പം അരുവിക്കരയിൽ വന്നിട്ടുണ്ട്. അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? മണ്ഡലം മാറ്റി കൊടുക്കണ്ടോ? ഇപ്പോഴേത് മണ്ഡലമാണ് സാർ? നെടുമങ്ങാട്. വാമനപുരത്തുണ്ട്. ഇപ്പൊ നെടുമങ്ങാടാണോ? നിലവിലെ അരുവിക്കര മണ്ഡലമാണ്. മുന്നേ നെടുമങ്ങാട് മണ്ഡലമായിരുന്നു. അതിൽ നിന്നാണ് ആര്യനാട് പോയി. ആര്യനാട് നിന്ന് ഇപ്പൊ നിലവിലെ ആര്യനാടിന്റെ പേര് അരുവിക്കരയായി. ചിലപ്പോ നമ്മളത് മണ്ഡലം സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് അരുവിക്കരയാണെങ്കിൽ അരുവിക്കര നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുന്ന തിരുവനന്തപുരവും LIC സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് 2002 ആര്യനാടാണെങ്കിൽ ആര്യനാട് സെലക്ട് ചെയ്യേണ്ടി വരും. അതിനകത്ത് സെർച്ച് ചെയ്താലേ ആൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. നെടുമങ്ങാട് സെലക്ട് ചെയ്താൽ കിട്ടില്ല. ശരി ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട? കൊടുക്കാനാണോ? 2005 നമുക്ക് BLMR കൊടുക്കാം, അത് കുഴപ്പമില്ല, ബൂത്ത് കറക്റ്റ് കിട്ടും. സോറി 2025 BLMR കൊടുക്കാം, അത് നമുക്ക് കുഴപ്പമില്ല, അത് കറക്റ്റ് ബൂത്ത് വൈസ് കൊടുക്കാം. പക്ഷെ 2002 നമുക്കത് ബൂത്ത് കറക്റ്റ് കിട്ടത്തില്ല. അതായത് ഒരു വില്ലേജ് ഓഫീസറിന് ഈ BLOക്ക് എന്ന് പറഞ്ഞിട്ട് ആ ബൂത്ത് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം വെച്ചാൽ അത് സ്പ്രെഡ് ആയി പോയിട്ടുണ്ട്, അന്നത്തെ ബൂത്തല്ല ഇന്നത്തെ ബൂത്ത്. അപ്പൊ അത് ചെയ്യാവുന്നത് ഇപ്പോ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ എല്ലാ BLOമാരുടെയും മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി മീറ്റിംഗ് വിളിച്ച് ഫസ്റ്റ് പ്രോസസ്സ് ഈ പറയുന്ന ഈ ടെക്നിക്കൽ ടെസ്റ്റ് പറഞ്ഞ ഫസ്റ്റ് പ്രോസസ്സ് വില്ലേജിൽ വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടി ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഓർഡറും ആക്കിയിട്ടുണ്ട്. അതിന്റെ ഓർഡർ ഞാൻ ഷെയർ ചെയ്ത് തരാം. അതിന്റെ ഉത്തരവും ആക്കിയിട്ടുണ്ട്. വരുന്ന BLOമാർക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കിട്ടും. കാരണം മിക്കവരും ഇപ്പൊ സെക്രട്ടേറിയറ്റിലും അവിടെ എവിടെയൊക്കെ ഉദ്യോഗസ്ഥരാണ്, അവർ വരുന്നവർക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ പറഞ്ഞു വരുന്നത് ആ സമയത്ത് നമുക്ക് 2002 ഹാർഡ് കോപ്പി അവർക്ക് ഷെയർ ചെയ്യാം. അവർക്ക് കയ്യിൽ കൊടുത്തിട്ട് അവിടെ ഇരുന്ന് പരിശോധിക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കാം. പക്ഷെ അത് പരിശോധിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്, അത് നടക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു സംവിധാനം, ഈ സിസ്റ്റത്തിലെ ഈ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഹാർഡ് കോപ്പി വെച്ചിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് നടക്കത്തില്ല. കാരണം വെച്ചാൽ അത് നമുക്കറിയാം, ആയിരക്കണക്കിന് ആൾക്കാരെ കുറച്ച് പേപ്പറും കയ്യിൽ വെച്ചിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ നടക്കത്തില്ല. നമുക്ക് ആ സമയത്ത് വല്ല സംശയം ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടി മാത്രമേ അത് ഉപകരിക്കത്തുള്ളൂ. അത് BLO വരെ കയ്യിൽ കൊടുക്കാതെ വില്ലേജിൽ വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് അവിടെ വരുന്ന 2-3 പേർക്ക് ഒരുമിച്ചിട്ട് പരിശോധിക്കുന്നതായിരിക്കും നല്ലത്. രാവിലെ BLOമാര് കുറച്ച് വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ, നമ്മൾ ഈ 22-23 ആണല്ലോ BLOമാരെ വിളിച്ച് മീറ്റിംഗ് കൂടാൻ പറഞ്ഞിട്ടുള്ളത്. അതെ, 22-23 തിങ്കളാഴ്ച.
അപ്പൊ 22, 23 അസൗകര്യമുള്ളവർക്ക് വേറെ ദിവസം കൊടുത്താൽ അവർക്ക് ഡ്യൂട്ടി ഓഫ് അങ്ങനെ കിട്ടുമോ? ഓപ്പൺ ആയിട്ട് ഈ 2 ദിവസമാണ് ഓഫ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് അസൗകര്യമുള്ളവർക്ക് വേറെ ദിവസം സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അല്ല, നമ്മൾ അസൗകര്യം ഉദ്ദേശിക്കുന്നത് നമുക്ക് നടത്തിപ്പുകാർക്ക് അസൗകര്യമുണ്ട് 22, 23. അപ്പൊ നമുക്ക് വില്ലേജിൽ വേറൊരു ദിവസം വിളിച്ചു കൊടുത്താൽ മതിയോ? 23-ാം തീയതിയോ അല്ല 24-ഓ 25-ഓ? കളക്ടറുടെ ഉത്തരവ് 22, 23 എന്നാണ്. ഓക്കെ നമുക്ക് ഓക്കെ അല്ല ആൾറെഡി ഇന്ന് പലരും സാറിന് അതിന് അസൗകര്യമാണെങ്കിൽ സാർ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി ഇത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്. ശരി ഓക്കെ. ഈ നമ്മളൊരു നെടുമങ്ങാട് മണ്ഡലത്തിലെ ഒരു ബൂത്ത് എടുത്തു കഴിഞ്ഞാൽ അത് പഴയ കോൺസ്റ്റിറ്റ്യുവൻസി ഏതാ? ചിലപ്പോൾ വേറെ കോൺസ്റ്റിറ്റ്യുവൻസി മാറിപ്പോവാണെങ്കിൽ നിലവിലെ ബൂത്ത് പഴയതിൽ ഏത് കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്ന് എങ്ങനെ അറിയാൻ കഴിയും? രണ്ടിന്റെ ബൂത്തിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്തുതരാം. ഇതിപ്പോ കോലിക്കോട് വില്ലേജിൽ നിന്നായിരിക്കും ചോദിച്ചിട്ടുള്ളത്. കോലിക്കോട് ആണെങ്കിൽ വാമനപുരം മണ്ഡലം ആണ്, നെടുമങ്ങാടിന്റെ വാമനപുരം മണ്ഡലത്തിലാണ് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ അതെ, അതുപോലെ തന്നെ നെടുമങ്ങാട് മേൽത്തോന്നക്കൽ, കീഴ്ത്തോന്നക്കൽ, പള്ളിപ്പുറം, അണ്ടൂർക്കോണം, മൈരൂപ്പാറ ഇതെല്ലാം കഴക്കൂട്ടം മണ്ഡലത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ അരുവിക്കര അന്നത്തെ ആര്യനാട് വരുന്നത്, ആര്യനാട് വെള്ളനാടും അരുവിക്കര വില്ലേജ് നെടുമങ്ങാട് മണ്ഡലത്തിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്, അത് നമ്മൾ ഷെയർ ചെയ്ത് തരാം. അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാം. പ്രാദേശികമായിട്ട് ഒരു കാര്യമുണ്ട് സാർ, അന്നത്തെ രാഷ്ട്രീയക്കാരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ഏതൊക്കെയാണ്. നമ്മൾ പ്രാദേശികമായിട്ട് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് ഇതെല്ലാം. അവിടുത്തെ ആൾക്കാരോ അല്ലെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഏതായിരുന്നു ബൂത്ത്, ഏതായിരുന്നു മണ്ഡലം എന്നവർ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ സാർ. പിന്നെ